ഹലോ ഗായ്സ്, അപ്പം വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, നമ്മളിന്നൊരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ളൊരു ഞണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായി ഞണ്ട് കഴിച്ചിട്ട്. ഇങ്ങനെ എല്ലാം അതിലേക്കുള്ളതൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചതയ്ക്കാനായിട്ട് പോവാണ്. ഒരു 6-7 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, അതുപോലെ തന്നെ ചീരാമുളകുണ്ട്, ഇഞ്ചിയുണ്ട്. ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുത്ത് എല്ലാം ഞാൻ ക്രാബ് വൃത്തിയാക്കുന്നതിന് മുന്നേ എല്ലാം ഇത് സെറ്റാക്കി വെച്ചിട്ടാണ് ക്രാബ് വൃത്തിയാക്കാനായിട്ട് പോയത് കേട്ടോ. ഇങ്ങനെ എല്ലാം നമ്മൾ സെറ്റാക്കി അടുപ്പത്തോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം വളരെ ലേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചു കൊണ്ടുവന്നത്. നമ്മൾ ഡിന്നറാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് പെട്ടെന്ന് കഴിയും വേണം, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഞണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നല്ല സെറ്റായിട്ട് നന്നായി ഇത് കുഴച്ചിട്ടാണ് വെച്ചത്. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചിട്ടാണ് വെച്ചത്. നേരത്തെ ചതയ്ക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ചതച്ചിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, വളരെ ടേസ്റ്റി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞണ്ട് കേട്ടോ. നല്ല രീതിയിൽ മാംസം ഉണ്ടായിരുന്നു, അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കുക.